തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരിയിലെത്തി. കോൺഗ്രസ് ലീഗ് കൊടികളില്ലാതെയാണ് ഇത്തവണയും റോഡ് ഷോ നടക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചിഹ്നവും പതിച്ച പ്ലക്കാർഡുകളേന്തിയാണ് പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരക്കുന്നത്. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എപ്പോഴാണ് റോഡ് ഷോ തുടങ്ങിയത്? വലിയ പങ്കാളിത്തമുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, അല്പസമയം മുൻപാണ് വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തിച്ചേർന്നത്. റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹം നീലഗിരിയിലായിരുന്നു ആദ്യ പരിപാടി. അത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് സുൽത്താൻ ബത്തേരിയിലേക്ക് എത്തിച്ചേർന്നത്. വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ കവർ ചെയ്യുന്ന വിധമാണ് ഇന്ന് വിവിധ റോഡ് ഷോകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി എന്നിങ്ങനെ 3 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ, അതായത് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഇടങ്ങളിലാണ് പ്രധാനപ്പെട്ട റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം ആദ്യമായാണ് മണ്ഡലത്തിലെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി എത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഇപ്പോൾ സുൽത്താൻ ബത്തേരി നഗരത്തിലാണ് റോഡ് ഷോ നടക്കുന്നത്. കോട്ടക്കുന്ന് വരെയും റോഡ് ഷോ ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം പുൽപ്പള്ളിയിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ ഇന്ന് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടവുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷം അവിടെ തന്നെയുള്ള ഇമ്മാക്കുലേറ്റ് കോൺസെപ്ഷൻ ചർച്ച്, ആ പള്ളിയും അദ്ദേഹം സന്ദർശിക്കും. വിവിധ ഇടങ്ങളിലാണ് സമാനമായ വിധത്തിൽ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ തോതിൽ UDF പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ റോഡ് ഷോയ്ക്കുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ, അതായത് കൽപ്പറ്റയിൽ വലിയ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ വേളയിൽ വലിയ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. ആ റോഡ് ഷോയിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടികൾ ഒഴിവാക്കിയാണ്. അതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ഉയർന്ന ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നമുക്കറിയാം. ആ പശ്ചാത്തലത്തിൽ കൽപ്പറ്റയിൽ കൊടികൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ്. പ്രത്യേകിച്ച് ലീഗിൻ്റെ കൊടിയടക്കം ഉത്തരേന്ത്യയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തെറ്റായ പ്രചരണത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന കാരണമൊക്കെ പരിഗണിച്ചാണ്. അത് പക്ഷേ ആ നിലയ്ക്ക് വിശദീകരിക്കുന്നില്ല എങ്കിൽ കൂടിയും കൊടികൾ ഒഴിവാക്കിയാണ് കഴിഞ്ഞ തവണയും റോഡ് ഷോ നടന്നത്. ഇത്തവണയും സമാനമായ രീതിയിൽ തന്നെയാണ്. സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചിഹ്നവും പതിച്ച പ്ലക്കാർഡുകൾ പ്രവർത്തകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് പ്രവർത്തകർ എന്തുന്നത്. ആരും കൊടി ഇല്ല. ലീഗിൻ്റെ മാത്രമല്ല, കോൺഗ്രസിൻ്റെയും കൊടി കഴിഞ്ഞ തവണ ഒഴിവാക്കിയിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ചിത്രവും ചിഹ്നവും പതിച്ച പ്ലക്കാർഡ്, ഒപ്പം ചിഹ്നം പതിച്ച ബലൂണുകൾ, ഇവയാണ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി നഗരത്തിൽ വലിയ തോതിൽ പ്രവർത്തക പങ്കാളിത്തം ഏതായാലും ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായൊരു കാര്യമായി തന്നെ എടുത്തു പറയണം. ഇത് പൂർത്തിയാക്കി അദ്ദേഹം കോഴിക്കോട് പൊതുപരിപാടിയിലേക്കാണ് പോവുക. നേരത്തെ മണ്ഡലത്തിലെ എല്ലായിടങ്ങളിലും കൂടുതൽ റോഡ് ഷോ നടത്തുന്നത് ഉചിതമാകും എന്ന് ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് ലീഗ് അടക്കം പറഞ്ഞിരുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലടക്കം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് പരമാവധി ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഗുണകരമായി തീരും എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതലിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടി, കോഴിക്കോടെ പരിപാടി ഇന്ന് നിശ്ചയിച്ചിട്ടുള്ള പൊതുപരിപാടി കോഴിക്കോട് ബീച്ചിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നേരത്തെ കർഷക സംഗമവും തൊഴിലാളി സംഗമവും ഒക്കെ ക്രമീകരിച്ചിരുന്നു. അതിൽ പക്ഷേ മാറ്റം വരുത്തി പ്രധാനമായും റോഡ് ഷോ, ഒപ്പം നേരത്തെ നിശ്ചയിച്ചിരുന്ന സന്ദർശനം, അത് മാനന്തവാടി ബിഷപ്പുമായുള്ള സന്ദർശനം, മറ്റുള്ളവ റോഡ് ഷോ എന്ന നിലയ്ക്കായി അത് മാറ്റി ക്രമീകരിച്ചത്. അതേസമയം സ്വാഭാവികമായും പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം സംബന്ധിച്ചും രാഷ്ട്രീയ ചർച്ചകൾ. സ്വാഭാവികമായും അദ്ദേഹം പോയ നീലഗിരിയിൽ നിന്നാണ് ആദ്യത്തെ പരിപാടിക്ക് തുടക്കമിട്ടത്. അവിടെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. നേരെ വയനാട്ടിലേക്ക് വരുമ്പോൾ ഇടതുമുന്നണി പ്രധാന എതിരാളിയാകുന്നു എന്നൊരു രാഷ്ട്രീയ പ്രത്യേകത ഉണ്ട്. മറ്റൊന്ന്, ഈ സുൽത്താൻ ബത്തേരി പേരുമായി ബന്ധപ്പെട്ട് BJP NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K. സുരേന്ദ്രൻ ഗണപതി വട്ടം എന്ന പരാമർശം നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി പ്രചരണത്തിനായി എത്തുന്നത് എന്നൊരു രാഷ്ട്രീയ പ്രത്യേകതയുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മറ്റ് പൊതുവായ പ്രതികരണങ്ങളല്ലാതെ, അല്ലെങ്കിൽ പൊതുവായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഇന്ത്യ മുന്നണി എന്ന രീതിയിലൊക്കെ സജീവമായ സഹകരണം മറ്റിടങ്ങളിൽ, പ്രത്യേകിച്ച് CPI ഇവിടെ പ്രധാന എതിരാളിയാകുമ്പോൾ നീലഗിരിയിലടക്കം സഖ്യമാണ്. തൊട്ടടുത്തുള്ള പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗത്തും CPIയും കോൺഗ്രസും ഒക്കെ ഒരേ സഖ്യമാണ്. അത്തരം പ്രത്യേകതകളുണ്ട്. പക്ഷേ അതിനെ കുറെ കൂടി അദ്ദേഹം ആ നിലയ്ക്കുള്ള ഏതെങ്കിലും വ്യക്തിപരമായ കടന്നാക്രമണങ്ങളിലേക്കില്ലാതെ രാഷ്ട്രീയം മാത്രം പറയുന്ന പ്രത്യേകത ആ പ്രചാരണ പരിപാടികളിലൊക്കെ കണ്ടിരുന്നു. സമാനമായി തന്നെ ആയിരിക്കണം ഇത്തവണയും എന്നാണ് നമ്മൾ പൊതുവായി പ്രതീക്ഷിക്കുന്നത്. അതിലൊരു പബ്ലിക് മീറ്റിംഗ് എന്ന നിലയ്ക്കുള്ളത് കോഴിക്കോടെ പരിപാടി മാത്രമാണ്. ഇവിടെ പ്രധാനമായും ജനസമ്പർക്കം എന്ന പേരിട്ടുകൊണ്ട് റോഡ് ഷോ മാത്രം എന്ന നിലയ്ക്കാണ് ക്രമീകരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായുള്ളത് ഈ പ്രത്യേക സന്ദർശനം എന്ന നിലയ്ക്ക് ക്രമീകരിച്ചിരിക്കുന്ന പരിപാടി മാത്രമാണ്. മറ്റേതെങ്കിലും ഒരു പബ്ലിക് മീറ്റിംഗ് എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങളില്ല. പക്ഷേ ഇതിനിടയിൽ അദ്ദേഹം ആളുകളോട് സംസാരിക്കുമോ എന്നത് കാണേണ്ട ഒരു കാര്യവുമാണ്. ഏതായാലും ഈ നിലയ്ക്കാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ കയറിയിരുന്നാണ് ആളുകളെ, വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുന്നു. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. നേരത്തെയും കൽപ്പറ്റയിലടക്കം പരിപാടി സംഘടിപ്പിച്ചപ്പോൾ വലിയ തോതിൽ പ്രവർത്തക
പങ്കാളിത്തം ഉറപ്പാക്കാൻ UDF കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായും അതേ നിലയ്ക്ക് തന്നെയുള്ള പങ്കാളിത്തമുണ്ട്. മറ്റിടങ്ങളിലും അദ്ദേഹത്തിന് പ്രചാരണ പരിപാടികൾ അദ്ദേഹം സമാനമായ രീതിയിൽ തന്നെ പങ്കാളിയാകുന്നത് കൊണ്ട് തന്നെ വയനാട്ടിലെ പ്രചാരണ പരിപാടികൾ നേരത്തെ ഇവിടെയുള്ള മണ്ഡലം കമ്മിറ്റികൾ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള പരിപാടികളിലേക്ക് പോകാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇവിടുത്തെ പരിപാടികളുടെ ഏകോപനം നിർവഹിക്കുന്നതിന് വേണ്ടിയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രചാരണ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും സുൽത്താൻ ബത്തേരി നഗരത്തിലൂടെയുള്ള റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വേണു, സജോ, ബത്തേരി MLA മാത്രമാണ് തുറന്ന വാഹനത്തിൽ രാഹുലിനൊപ്പം ഉള്ളത്. അങ്ങനെയാണോ ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ലീഗടക്കം ഘടകകക്ഷികളിലെ നേതാക്കന്മാരാരുമില്ല. ആ രൂപത്തിലാണോ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്? വേണു, അക്കാര്യത്തിൽ നേതാക്കന്മാർ പറയുന്നത് അതൊരു കാഷ്വൽ റോഡ് ഷോ എന്ന നിലയ്ക്ക് തന്നെയാണ് നേരത്തെ നിശ്ചയിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേക വാഹനം ഒരുക്കി അതിൽ കയറി നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി രാഹുൽ ഗാന്ധിയുടെ കൂടി നിർദ്ദേശവും മറ്റും പരിഗണിച്ച് തന്നെയാണ് ആ നിലയ്ക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും പ്രത്യേക നിലയ്ക്ക് ഒഴിവാക്കുക എന്ന നിലയ്ക്കൊന്നുമല്ല, അത്തരം കാര്യങ്ങളൊന്നും അതിലില്ല എന്നാണ് നേതാക്കൾ അറിയിക്കുന്നത്. അത് MLAയും രാഹുൽ ഗാന്ധിയും മാത്രം ആ വാഹനത്തിൽ ഉണ്ടാവുക, അത് ആദ്യത്തെ പ്രചാരണ പരിപാടി അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെയാണ് എന്നാണ്. അതിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളില്ല. അത് മുൻ നിശ്ചയിച്ച പ്രകാരം കൃത്യമായി തന്നെ നടക്കുന്നു. പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലെ സുരക്ഷാ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം, ഒപ്പം പരിപാടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ക്രമീകരണങ്ങൾ അവയൊക്കെ പരിഗണിച്ചാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഇവിടെയുണ്ട്. അദ്ദേഹവും ആ വാഹനത്തിൽ ഇല്ല. കാരണം ഇവിടെ ഈ വാഹനത്തിൽ തന്നെ കയറുന്നതുകൊണ്ട് 2 പേർക്ക് മാത്രമേ നിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് MLA കൂടി ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് തുറന്ന വാഹനമാകുമ്പോൾ കൂടുതൽ നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിയും. ഇപ്പോൾ അതിന് കഴിയാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം മറ്റ് വാഹനത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ അനുഗമിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഒപ്പം രാഹുൽ ഗാന്ധി ഏതെങ്കിലും നിലയ്ക്ക് അദ്ദേഹം ഈ പരിപാടികളുടെ കോഴിക്കോടെ പരിപാടിക്ക് മുൻപായി അദ്ദേഹം എന്തെങ്കിലും പ്രതികരണം നടത്തുമോ, രാഷ്ട്രീയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? കാരണം പ്രധാനമന്ത്രി അടക്കം സംസ്ഥാനത്തുണ്ട് താനും. അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അതെല്ലാം കോഴിക്കോടെ പരിപാടിയിൽ മാത്രമാകുമോ അദ്ദേഹം രാഷ്ട്രീയം പറയുക എന്ന ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. ഏതായാലും വലിയ തോതിൽ ഈ കൊടികളും മറ്റുമൊക്കെ ഒഴിവാക്കാനുള്ള തീരുമാനം ഏതായാലും ജാഗ്രതയോടെ UDF നേതൃത്വം നടപ്പിലാക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം രാഹുൽ ഗാന്ധി ഏതെങ്കിലും നിലയ്ക്ക് പൊതുവായി ഈ NDAക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ BJPക്ക് വിരുദ്ധമായുള്ള സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, അതല്ലെങ്കിൽ പൊതുവായ രാഷ്ട്രീയ വിഷയങ്ങളിൽ, CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ, അതിലെല്ലാം അദ്ദേഹം അഭിപ്രായം എന്തെങ്കിലും രേഖപ്പെടുത്തുമോ എന്നത് രാഷ്ട്രീയമായി ശ്രദ്ധേയമാണ്. കാരണം ഇന്ത്യ മുന്നണിയെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ, രാഹുൽ ഗാന്ധിയൊക്കെ കടന്നാക്രമിക്കുന്ന പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് BJPയുടെ കേന്ദ്ര നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാവും. സജോ ദേവസ്യാണ് വിവരങ്ങൾ.